നമസ്കാരം. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തി ഇപ്പൊ നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിലൊക്കെ ഭയങ്കര സ്നേഹത്തോടു കൂടി പെരുമാറിയിരുന്ന ആ വ്യക്തികൾ ഇപ്പൊ കുറ്റം പറയലും കോൾ എടുക്കാനും സംസാരിക്കാനും സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതായിട്ട് തോന്നുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ നിലനിർത്താൻ പറ്റും. ഒരിക്കലും വിട്ടുപോകാതെ നമ്മളെ ചതിച്ച് അവർ മറ്റൊരു വ്യക്തിയിലേക്കോ മറ്റു കാരണങ്ങൾ പറഞ്ഞു പോകാതെ നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. അത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇത് പല വ്യക്തികൾക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ അകന്നു പോകുന്നത്. എല്ലാവർക്കും ഒരേ കാരണമായിക്കൊള്ളുന്നില്ല. പല പല കാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വേണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകാൻ. അതല്ലാതെ എല്ലാവർക്കും ഒരേ കാര്യം ചെയ്ത് ആ കാര്യം നമുക്ക് ഫലിപ്പിക്കാൻ പറ്റില്ല. ഓരോ വ്യക്തികൾക്കും അവരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ കൊണ്ടുവരാൻ. കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും പിന്നീട് ഒരിക്കലും നിങ്ങളെ വിട്ടുപോകാത്ത രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന അവരിൽ നിന്നൊരു സ്നേഹം, ആ സ്നേഹം അതേപടി തന്നെ നിങ്ങൾക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് വിശ്വാസത്തോടു കൂടി അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അപ്പൊ അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യം വിശ്വാസത്തോടു കൂടി ചെയ്യണം. നമുക്ക് ചെയ്തു നോക്കാം. അതല്ലെങ്കിൽ പിന്നെ പലതും കേട്ടിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും നമുക്ക് ഫലം കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ കാര്യം ചെയ്യാനോ അതിലേക്ക് ഇറങ്ങാനോ നിൽക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും. എപ്പോഴും ഇതേക്കുറിച്ചുള്ള ചിന്തയായിരിക്കും. ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമായിരിക്കും തലക്കുള്ളിൽ ചിന്ത. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സമാധാനവും കിട്ടാത്ത അവസ്ഥ വരും. മനസ്സിനും സ്വാഭാവികമായിട്ടും പിന്നീട് അത് ശരീരത്തിലേക്കും ആ ഒരു ബുദ്ധിമുട്ട് കടന്നുകൂടും. നമ്മുടെ ആരോഗ്യം വരെ നഷ്ടപ്പെടും. ഒരുപക്ഷെ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും. ഒരുപാട് സ്നേഹിച്ച ആ ഒരു വ്യക്തി നമ്മളെ വഞ്ചിക്കായിരുന്നു, പറ്റിക്കായിരുന്നു എന്ന് ഉൾക്കൊള്ളാൻ പോലും നമ്മുടെ മനസ്സിന് കഴിയില്ല. ആ വ്യക്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ചിന്തിക്കുക. അല്ലെങ്കിൽ അത്രയും സ്നേഹത്തോട് സംസാരിച്ചിരുന്ന ആ വ്യക്തി പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അതല്ലെങ്കിൽ എന്നെ വഞ്ചിക്കായിരുന്നു, ഞാൻ അതിൽ പെട്ടുപോയല്ലോ. ഇനിയിപ്പോ അതിനെന്താ മാർഗം? ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിലും ആ വ്യക്തി എന്നോട് ഇത് എന്തുകൊണ്ട് ചെയ്തു? ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരിക. വളരെ ഹാപ്പി ആയിട്ടും സന്തോഷത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം.